അത് ഒരിക്കലും പോലീസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതൊന്ന് അന്വേഷിക്കലും വേണ്ടേ? പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കുള്ള ആളാണ്. അദ്ദേഹത്തിന് ഒരു അഭിമുഖം ഇങ്ങനെ കൊടുത്തപ്പോൾ അദ്ദേഹത്തിനോട് വേണമെങ്കിൽ അവർക്ക് എൻക്വയറി നടത്താമായിരുന്നല്ലോ, അന്വേഷിക്കാമായിരുന്നല്ലോ. അതൊന്നും ചെയ്യാതെ പെട്ടെന്ന് നിക്ഷിപ്ത താല്പര്യങ്ങളോടെ പോലീസ് ആ ചെയ്ത നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. നിയമപരമായ തെറ്റുമാണ്. നമ്മൾ നിയമപരമായി എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പരിശോധിക്കാം. കണ്ണൂരിലെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഉൾപ്പെടെയുള്ള മൊബൈൽ ഫോണുകൾ അവിടുത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ പിടിച്ചെടുത്തു എന്ന് പറയുന്നു. അത് അങ്ങനെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഏതായാലും 1.5 മാസം കൂടെ ക്ഷമിക്കുക. ഏതാ? അതെ അതെ. മലമ്പുഴ കോങ്ങാട് മണ്ഡലങ്ങളിൽ ഡീലുണ്ട് എന്നാണ്, ബിജെപിയുമായി യുഡിഎഫിന് ഡീലുണ്ട് എന്നാണ് AK ബാലൻ. ഈ ബാലിന് കുറെ നാളായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എൻ്റെ നല്ല സുഹൃത്താണ്. മലമ്പുഴ എവിടെ കിടക്കുന്നു, കോങ്ങാട് എവിടെ കിടക്കുന്നു, ഇത് തമ്മിൽ എന്ത് ബന്ധമാണ്? അത് ഞാൻ പറയാം. അത് നമ്മൾ പറയാൻ പാടില്ല. ഈ പാലക്കാട് അടക്കം 10 മണ്ഡലങ്ങളിൽ CPM BJP ഡീലുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പക്ഷെ അതങ്ങനെ വെക്കുമ്പോഴും ഈ പാലക്കാട് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് കോൺഗ്രസ് തയ്യാറാവാത്തത് ഉപതെരഞ്ഞെടുപ്പിലടക്കം വലിയ വിജയം നേടും. ഇപ്പോഴും ഞങ്ങൾ നല്ല വിജയം നേടാൻ പോവാണല്ലോ. ഇപ്പൊ രമേശ് പിഷാരടി നല്ല കാൻഡിഡേറ്റ് ആണ്, വൻ വിജയം നേടാൻ പോവാണ് പാലക്കാട്. ആര് പറഞ്ഞത് പൊളിറ്റിക്കൽ ഫൈറ്റ് അല്ലെന്ന്? അദ്ദേഹം കൈപ്പത്തിയിൽ മത്സരിക്കുന്നു, കോൺഗ്രസ് അനുഭാവിയാണ്, എല്ലാ ഞങ്ങളുടെ പരിപാടികളിലും പങ്കെടുക്കുന്നതാണ്. ആദ്യമായി അദ്ദേഹം വരുന്നത് ഞാൻ നടത്തിയ കഴിഞ്ഞ കാലത്ത് നമ്മുടെ യാത്രയിലാണ്. അദ്ദേഹം അന്ന് എൻ്റെ നിയോജകമണ്ഡലത്തിലാണ് ആദ്യമായി ഹരിപ്പാടാണ് പങ്കെടുക്കുന്നത്. അദ്ദേഹം എത്രയോ കാലമായിട്ട് കോൺഗ്രസിൻ്റെ സഹയാത്രികനും ഞങ്ങളുടെ എല്ലാ പരിപാടിയും പങ്കെടുക്കുന്ന ആളുമാണ്. ഞങ്ങളുടെ നല്ല ഒരു പോരാളിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ UDF വൻ വിജയം നേടും. പിന്നെ നാണമില്ലാതെ നുണകൾ മാത്രം പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത് ഇന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അതുണ്ടായിരുന്നു. അല്ല, അത്തരം ഞങ്ങൾ എന്ത് നുണ പറഞ്ഞെന്ന് പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, BJPയും CPMും തമ്മിലുള്ള രാഷ്ട്രീയമായ ഡീൽ എത്ര വ്യക്തമാണ്? കുന്നത്തുനാട് മാത്രമുള്ള ഒരു പാർട്ടിയാണ് 2020. 22 സീറ്റാണ് അവർക്ക് കൊടുത്തത്. അതിൽ 2 പേർക്ക് മെമ്പർഷിപ്പ് വോട്ടർ പട്ടിക പേരില്ലായിരുന്നു. ദുർബലരായ സ്ഥാനാർത്ഥികളെ CPMനെ സഹായിക്കാൻ വേണ്ടി നിർത്തി എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണത്. 2 BDJSന്റെ സ്ഥാനാർത്ഥികൾ, ഇതാരാണെന്ന് പോലും അറിയില്ല. ഈ NDA നിർത്തിയിരിക്കുന്ന ഈ സ്ഥാനാർത്ഥികൾ പല നിയോജകമണ്ഡലങ്ങളിലും ആളുകൾ അത്ഭുതപ്പെടുകയാണ്. ഇതാരാണ്, ഏതാണെന്ന് ചോദിക്കുകയാണ്. ഇതെല്ലാം ഇവരുടെ ഡീലിന്റെ ഭാഗമാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 2021 ആരംഭിച്ചതാണ് ഈ ഡീല്. CPMനെ വിജയിപ്പിക്കാൻ വേണ്ടി BJP നടത്തുന്ന ഒരു കള്ളക്കളിയാണിത്. ഇത് നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു എഗ്രിമെന്റാണിത്. നരേന്ദ്രമോദിക്ക് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാകണം. കേരളത്തിൽ പിണറായി വിജയന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF വരരുത്. അതിനു വേണ്ടിയിട്ടുള്ള പരസ്പരമുള്ള രാഷ്ട്രീയ ധാരണയാണിത്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി എപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടാലും ആറന്മുള കണ്ണാടിയും ആമാടപ്പെട്ടിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു സ്നേഹമാണ് രണ്ടുപേരും തമ്മിൽ. അപ്പോൾ ഈ ഡീൽ ഈ തെരഞ്ഞെടുപ്പിലും പ്രകടമാണ്. പക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്കിത് ബോധ്യപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇത്തരം കള്ളക്കളികൾ അവർ അംഗീകരിച്ചു കൊടുക്കില്ല. ജനങ്ങൾ ഇതിന് മറുപടി നൽകും, സംശയം വേണ്ട. BJPയുമായി ചേർന്ന് നിന്നുകൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകത്തിന് CPMന് വലിയ വില കൊടുക്കേണ്ടി വരും.
ഇപ്പം SDPIയുമായിട്ട് ധാരണയായ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് പ്രശ്നമില്ല, നാട്ടുകാർ CPM പ്രശ്നമില്ല, നിങ്ങൾക്ക് മീൻസ് എല്ലാ മാധ്യമങ്ങളെ അല്ല ഞാൻ പറയുന്നത്. SDPI പരസ്യമായി CPM പിന്തുണയ്ക്കുന്നു, PDP പരസ്യമായി LDF പിന്തുണയ്ക്കുന്നു. അവർ രണ്ട് കക്ഷികളും പുരോഗമന കക്ഷികളായിട്ടാണ് ആകാം ഒരുപക്ഷെ അവർ വിശദീകരിക്കുന്നത്. അതിനെപ്പറ്റി CPM മിണ്ടുന്നില്ലല്ലോ, വിശദീകരിക്കുന്നില്ലല്ലോ. അപ്പം ഇതൊരു രാഷ്ട്രീയമായ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ UDF വൻ വിജയം നേടും. UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണ്. മുഖ്യമന്ത്രി രാവിലെ പറഞ്ഞത് എല്ലാ കാലത്തും BJPയുമായി ഫൈറ്റിന്റെ മുന്നിൽ നിൽക്കുന്നത് CPM ആണ്. അദ്ദേഹം എല്ലാ കാലത്തും RSSന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് പിണറായി വിജയനായിരുന്നു എന്നൊരു രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു.